ഇതിന്റെ ക്യൂ റോഡിന്റെ വെളിയിൽ എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. നേരത്തെ കണ്ടതുപോലെ തന്നെയാണെങ്കിൽ അത് ഇനിയും മണിക്കൂറുകൾ നീളേണ്ടി വരും. കാരണം അത്രമേൽ ഇതിൽ ചെറുപ്പക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, കുട്ടികൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ട്. വി എസിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി അത് കുട്ടികളെ പോലും ആകർഷിച്ചിരുന്നു. അത് മാത്രമല്ല, ചില വീടുകളിൽ ഇന്നലെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ചില മാതാപിതാക്കൾ കുട്ടികളെയുമായിട്ട് വന്നിരുന്നു AKG സെന്ററിൽ വി എസിനെ കാണുന്നതിന് വേണ്ടി. അപ്പോൾ പറഞ്ഞത് കുട്ടികൾ വി എസിന്റെ ആരാധകരാണ് എന്നാണ്. അത് വി എസിന്റെ പ്രസംഗ ശൈലിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ്. അത് മാത്രമല്ല, അത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമാകണം എന്നില്ല. മറ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ പാർട്ടി നിലപാടുകളില്ലാത്തവരോ അങ്ങനെയുള്ള ആളുകളുടെ വീടുകളിൽ പോലും വി എസ് എന്നുള്ള ആ രണ്ടക്ഷരം എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഞാൻ നോർത്ത് ഗേറ്റ്, അതിന്റെ ഗേറ്റ് ഭാഗത്തേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഗേറ്റ് ഭാഗത്തൂടെ ഇപ്പോഴും ആളുകൾ കടന്നു വരുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ കുറച്ചുകൂടി റോഡിൽ ഗതാഗത കുരുക്കുമായിട്ടുണ്ട്. നേരത്തെ ഇത്രയും ഇല്ലായിരുന്നു. കാരണം വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ എത്ര നിയന്ത്രിച്ചാലും അതിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതാണിപ്പോൾ ഗേറ്റ് കടന്ന് കൂടുതൽ ആളുകൾ വരുന്നു. അതിൽ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ പല സംഘടനകളും അവരുടെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ഇവിടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് ജില്ലകളിൽ നിന്ന് വന്നവരുമുണ്ട്. പക്ഷേ ആലപ്പുഴയിലേക്കും കൂടുതൽ ആളുകൾ എത്തും. ആലപ്പുഴ ജില്ലയിൽ പൊതുദർശനത്തിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ആലപ്പുഴയിലേക്കും എത്തും. പക്ഷേ കുറെ ഏറെ പേർ ഇങ്ങോട്ടും തിരുവനന്തപുരത്തേക്കും എത്തിയിട്ടുണ്ട്. രാവിലെ ചില പ്രതികരണങ്ങൾ അങ്ങനെ തന്നെയാണ്. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. തിരുവനന്തപുരത്തേക്കും മറ്റ് ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഗേറ്റിന്റെ തുടക്ക സ്ഥലമാണ്, ആളുകൾ കയറി വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോഴും കണ്ട ഒരു നിയന്ത്രണവും ഇപ്പോൾ വരുത്താൻ പറ്റാത്ത രീതിയിൽ ആളുകൾ വെളിയിൽ നിന്ന് കയറി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ കൂടുതൽ ആളുകൾ റോഡിൽ ഇപ്പോൾ. നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ ഏതാണ്ട് 3/4 കിലോമീറ്ററോളം ദൂരത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ 1 കിലോമീറ്ററിനപ്പുറത്തേക്ക് നോർത്ത് ഗേറ്റിൽ ക്യൂ രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് ആളുകൾ കൂടുതലായിട്ട് വരുന്നു. ഉച്ചയോടുകൂടി കൂടുതൽ ആളുകൾ വരുന്നു. പൊതുദർശനം 1:30 മണിവരെ ഉണ്ട് എന്നുള്ള കാര്യം അവർക്കും അറിയാം. അത് 2 മണിവരെ നീളുവാൻ സാധ്യതയുണ്ട് എന്ന് ചില നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഇനിയും സമയം ഉണ്ട് എന്നതിനാൽ തന്നെ ഏകദേശം 2 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട് എന്നതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ഗേറ്റിന് വെളിയിൽ ഒരുപാട് ആളുകളാണ്. ഇപ്പോഴും കൂടുതൽ ക്യൂ രൂപപ്പെട്ടു വരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. ധാരാളം ആളുകൾ, ചെറിയ കവാടമാണ്, ആ കവാടത്തിൽ കൂടി കയറി അകത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇതിന് പുറമെയാണ് നേതാക്കളുടെ വാഹനങ്ങൾ നേരിട്ട് ഈ നോർത്ത് ഗേറ്റ് വഴി അകത്തേക്ക് കടക്കുവാനുള്ള സൗകര്യമുണ്ട്. ഓരോ നേതാക്കളും അതും തുടർച്ചയായിട്ട് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ഇപ്പോൾ മുകേഷ് MLA-യുടെ വാഹനം അകത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ മുകേഷ് കാറിലുണ്ട്. നേരത്തെ KB ഗണേഷ് കുമാർ എത്തിയിരുന്നു. ഇങ്ങനെ എല്ലാ MLA-മാരും തന്നെ ഇവിടെ VS-ന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ഇപ്പോൾ അങ്ങോട്ട് തന്നെ ഗേറ്റിന്റെ ആ ഭാഗത്തേക്ക് തിരിച്ചാൽ ഇപ്പോൾ VS-ന്റെ ബാഡ്ജ് ധരിച്ചുകൊണ്ടുള്ള ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അത് കുട്ടികൾ പോലും ആ കൂട്ടത്തിൽ അവരെയും കാണുന്നു. നോർത്ത് ഗേറ്റ് ആ ചെറിയ കവാടത്തിൽ കൂടിയാണ് അവരകത്തേക്ക് പ്രവേശിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നവും ഇതുവരെ ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല. വളരെ ക്ഷമയോടുകൂടി തന്നെയാണ് അവർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ബാഗുകൾ പരിശോധിക്കുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ. എന്നാലും ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ അവർക്ക് അകത്തേക്ക് കടന്ന് VS-നെ കാണുവാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് ആളുകൾ കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. ഇപ്പോൾ വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യൂ അങ്ങ് ഒരുപാട്, ഇപ്പോൾ AG's ഓഫീസും കടന്ന് സ്പെൻസർ ജംഗ്ഷനും കടന്ന് ക്യൂ പോയിരിക്കുകയാണ്. നേരത്തെ AG's ഓഫീസിന്റെ അപ്പുറം സ്പെൻസർ ജംഗ്ഷന്റെ അവിടെ വെച്ച് താഴോട്ട് കടത്തിവിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ കുറച്ചുകൂടി പാളയം ഭാഗത്തേക്ക്, അതായത് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലേക്ക് ക്യൂ നീണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നോർത്ത് ഗേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ മറുവശത്തുള്ള ഗേറ്റിൽ ഇതിനേക്കാൾ വലിയ ക്യൂ ഉണ്ട്. അവിടെയും ആളുകളെ കയറ്റിവിടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആളുകൾ ഓടിയെത്തുന്നുണ്ട്. ഇവിടുന്ന് ദർബാർ ഹാളിനുള്ളിൽ പ്രവേശിച്ച് VS-ന്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം മറ്റൊരു ഗേറ്റ് വഴി വെളിയിലേക്ക് കടക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. ഇപ്പോൾ VS-ന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് VS-ന്റെ കമാനങ്ങൾ, കൂറ്റൻ കട്ടൌട്ടുകൾ നഗരത്തിൽ ഉയർന്നിരിക്കുന്നു. പാർട്ടി പതാകകളുമായി ആളുകൾ പോകുന്നു. അങ്ങനെ VS എന്നുള്ള ഒരു രണ്ടക്ഷരത്തിന്റെ ആ ഒരു വികാരമാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എങ്ങും. ഇത് ഇന്ന് ഉണ്ടാകുമെന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതാണ്. ഇന്നലെ AKG സെന്ററിന് മുന്നിൽ ഏതാണ്ട് ഇതേ രീതിയിലുള്ള ജനസാഗരമായിരുന്നു. അവർ കൂട്ടം കൂടി നിന്ന് VS-ന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിയായിരുന്നു. VS മരിക്കില്ല എന്നുള്ള മുദ്രാവാക്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ക്ഷമയോടുകൂടി തന്നെ ഇതിൽ സാധാരണക്കാരായ ആളുകൾ ഒരുപാടുണ്ട്. അവർ VS-ന്റെ പ്രസംഗത്തിലൂടെ അറിഞ്ഞവരുണ്ട്, VS-ന്റെ പോരാട്ടങ്ങളിലൂടെ അറിഞ്ഞവരുണ്ട്, VS-ന്റെ ജനകീയമായ ഇടപെടൽ
ഇടപെടലുകൾ കണ്ടിട്ടുള്ളവരുണ്ട്. വി എസിനോട് ആരാധന തോന്നിയെത്തിയ ധാരാളം ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്. അതിനാൽ തന്നെ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്ന് പോലും ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അത് സ്കൂളിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു, അങ്ങനെ സർക്കാർ ഓഫീസുകളിൽ നിന്നും വന്നിരിക്കുന്നു. ഇത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ ഇപ്പോഴും വെയിലുണ്ട്. രാവിലത്തെ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴ, ശക്തമായ മഴയായിരുന്നു. വി എസിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ. ആ സമയം ആളുകൾ ആ മഴയത്ത് നോർത്ത് ഗേറ്റിന്റെ വെളിയിൽ ദർബാർ ഹാളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ക്യൂ നിന്നിരുന്നു എന്നുള്ളതാണ് വി എസിനോടുള്ള ആദരം, വി എസിനോടുള്ള സ്നേഹം എത്രമാത്രം അവർ പ്രകടിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി കാണാവുന്നതാണ്. രാവിലെ ആ ക്യൂ കണ്ടപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇവിടെ ഒരു ജനസാഗരം തന്നെ ഉണ്ടാകുമെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ആളുകൾ വരുന്നത് കാണുമ്പോൾ ഇനിയും നേരത്തെ പോലെ തന്നെ ഇപ്പോൾ കെ രമ MLA അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങുകയാണ്. അവർ അതിവൈകാരികമായിട്ട് തന്നെയായിരുന്നു പ്രതികരിച്ചത്. അത് അവരുടെ വി എസിനെ കാണുന്നതിന് വേണ്ടി അകത്തേക്ക് പ്രവേശിച്ച സമയത്തും വെളിയിലേക്ക് വന്നപ്പോഴുമൊക്കെ ഒരു വൈകാരികമായി തന്നെയാണ് അവരുടെ മുഖത്തും ആ ഒരു ഭാവം പ്രകടമായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വി എസ് എടുത്ത നിലപാട് അത് എത്രത്തോളം കേരള സമൂഹം അംഗീകരിച്ചതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് തന്നെയായിരുന്നു രമയുടെ വാക്കുകളിലും പ്രതിഫലിച്ചത്. ഇങ്ങനെ വി എസ് നേരിട്ട് ഇടപെട്ട ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയായ അതിന്റെ ഫലം അനുഭവിച്ച അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ വി എസ് നിലകൊണ്ടത് അവരുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ്. നേരത്തെ പല മനുഷ്യാവകാശ പ്രവർത്തകരും ഇവിടെ ഉണ്ടായിരുന്നു. അവരും ഒരു നേതാവ്, അദ്ദേഹം പ്രക്ഷോഭങ്ങളിലും ജനങ്ങളെ സംഘടിപ്പിച്ചു.